എന്റെ കർത്താവേ, സിസ്റ്റർ ഒന്ന് കൂടെ നിന്നേക്കണേ. ഞാൻ മാഡത്തിനോട് പറഞ്ഞേക്കാം. എന്താ നാൻസി, എന്തു പറ്റി? മൈനർ ഓറ്റിന്ന് മറിയാമ്മ സിസ്റ്ററാ വിളിച്ചേ. ആ മിറീനെ എടുക്കാൻ വന്ന പേഷ്യൻ്റ് ഇല്ലേ, അവരെ കിടത്തിന്ന്. പക്ഷെ മാഡത്തിനെ വിളിക്കുന്നതിന് മുമ്പ് ആ ഹൗസ് സർജൻ കൊച്ച് ചാടി കയറി വാഷ് ചെയ്ത് റെഡിയായി. ആ കുട്ടി ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ. അതിന് ത്രെഡ് ലൊക്കേറ്റ് ചെയ്യാനൊക്കെ അറിയാലോ അല്ലേ? അത് തന്നെ മറിയാമ്മ സിസ്റ്ററും ചോദിച്ചേ. അപ്പോൾ ആ കൊച്ചു പറയുക, ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിക്കോളാമെന്ന്. ഈ ജെൻസി പിള്ളേരുടെ ഒരു കാര്യം. കുറച്ച് കഴിഞ്ഞു പോയി നോക്കാം. ഓപ്പി വിളിക്കും നാൻസി. അജാതി ഒരു മില്ലേനിയൽ കിഡാ പുറത്ത് നിൽക്കുന്നേ. ഞാൻ വിളിക്കാം. യു ടോക്ക് ടു യുവർ ടീം ലീഡർ. അവിടുത്തെ കൊളാബറേറ്റീവ് എൻവയോൺമെൻറ്റ് ശരിയല്ല. ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ വേണ്ടേ? ഐ എം സോറി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. സോ ഡോക്ടർ, ഐ വിൽ സ്ട്രേറ്റ് അവേ കം ടു ദ പോയിന്റ്. ഐ എം സാഡ്, ഡിപ്രസ്ഡ്, ഡീപ്ലി ഡിപ്രസ്ഡ്. കുട്ടി, ഇത് ഗൈനക് ഒ പി ആണ്. സൈക്കോളജി, സൈക്കാട്രി ഒ പി ഒക്കെ താഴത്തെ ഫ്ലോറിലാണ്. നോ, ഐ എം സ്ട്രെസ്ഡ് യു നോ. കാരണം എൻ്റെ പീരിയഡ്സ് മിസ്സായി. ഐ സി. നേരത്തെ പീരിയഡ്സ് റെഗുലർ ആയിരുന്നോ? ഇപ്പോൾ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ? പ്ലീസ് ഡോക്ടർ, ഞാനൊരു ഹൈ പ്രൊഫൈൽ ടെക്കിയാണ്. ഞാൻ പീരിയഡ് ട്രാക്കർ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കൊച്ചു കുട്ടികളോട് ചോദിക്കുന്ന പോലെ എന്നോട് ചോദിക്കരുത്. കുട്ടി, ഡോക്ടർക്ക് പേഷ്യൻ്റെ ഹിസ്റ്ററി അറിഞ്ഞല്ലേ പറ്റൂ. ടു ടെൽ യു ഫ്രാങ്ക്ലി, ഐ ഹാവ് ഡൺ മൈ റിസർച്ച്. ഞാൻ എൻ്റെ സിംറ്റംസ് എല്ലാം ഗൂഗിൾ ചെയ്ത് നോക്കി. 3 ഡയഗ്നോസിസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ, പ്രഗ്നൻസി. അപ്പോൾ MCQ ആണ്. ശരി, ഈ പ്രഗ്നൻസിക്ക് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? ആർ യു മാരീഡ്? നോ, ഐ എം ഓൺലി 24. ഡു ഐ ലുക്ക് എനി ഓൾഡർ? എക്സ്ക്യൂസ് മീ, ലേബർ റൂമിൽ നിന്നാണ്. ഗൂഗിൾ മാപ്പ് ക്രാഷായെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ എത്താം. സിസ്റ്റർ ബാക്കി ചോദിച്ചോളൂ. ഹലോ. അൺമാരീഡ് ആയിക്കോട്ടെ, പിന്നെ മറ്റെന്തെങ്കിലും അഡ്വഞ്ചേഴ്സ്? മനസ്സിലായില്ല. എന്ന് വെച്ചാ? അല്ല, നിങ്ങളുടെ ജെൻസി ഭാഷയിൽ വല്ല ലീവ് ഇൻ റിലേഷനോ സിറ്റുവേഷൻഷിപ്പോ റാൻഡം ഷിപ്പോ ബാറ്റിൽ ഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നോട്ട് എക്സാക്ട്ലി, ബട്ട് കഴിഞ്ഞ മാസം ജസ്റ്റ് 1 നൈറ്റ് ഐ ഹാഡ് ടു സ്ലീവ് വിത്ത് എ സ്ട്രേഞ്ചർ. അതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഉണ്ടാവാലോ. എപ്പോഴാ, എങ്ങനാ? കഴിഞ്ഞ 13th രാത്രി. ഹി വാസ് എ ഹാൻസം ഗായ്. പേരൊന്നും ചോദിച്ചില്ല. പേര് പോലും ചോദിക്കാതാണോ കർത്താവേ? ഈ പിള്ളേരുടെയൊക്കെ ഒരു ധൈര്യം. ഇറ്റ്സ് സോ ഹാപ്പൻഡ്. കണ്ടപ്പോൾ അവനൊരു ട്രബിൾ മേക്കറായി തോന്നിയില്ല. പക്ഷേ രാത്രിയായപ്പോ ഒരു മണിക്ക് ഞാൻ ഉണർന്നപ്പോ അവൻ എണീറ്റ് ബാഗും എടുത്ത് ഇറങ്ങിപ്പോയി. അങ്കമാലി സ്റ്റേഷനാണെന്നാ തോന്നുന്നത്. പിന്നെ ഞാൻ ഒറ്റയ്ക്കാ ബർത്തിൽ വിശാലായി കിടന്നു. ഫസ്റ്റ് RAC കിടന്നുറങ്ങിയ കാര്യമായിരുന്നല്ലയോ? അതെ. അതുകൊണ്ട് കുഴപ്പമുണ്ടോ സിസ്റ്ററെ? അറിയില്ല, TTയോട് ചോദിക്കണം. അത് അങ്കമാലിയിലെ പ്രധാനമന്ത്രി ആയിരിക്കും. എന്തായി സിസ്റ്ററെ, ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചോ? മൂഡ് പോയി. എന്തായാലും ഗൂഗാലി പറഞ്ഞ ഓപ്ഷൻ 1 പ്രഗ്നൻസി ഇല്ല. ദെൻ ഓപ്ഷൻ 2 ഗൂഗിൾ സേസ് ഇറ്റ് കുഡ് ബി മെനോപോസ്. ഓ ഗോഡ്, ഇറ്റ്സ് സോ ഡിപ്രസിങ്. ഗൂഗിൾ അങ്ങനെ പല പൊട്ടത്തരവും പറയും. കുട്ടി, ഈ മെനോപോസ് എന്ന് പറഞ്ഞാൽ... പ്ലീസ് ഡോക്ടർ, ആ വാക്ക് പറയരുത്. യു ആർ സ്ട്രെസ്സിങ് മീ ഫർദർ. എന്നാ പിന്നെ പ്യൂബർട്ടി 2.0 എന്ന് പറയാം. അതിനാവുമ്പോൾ ഒരു സ്ലേയും സ്വാഗും ഒക്കെ ഉണ്ട്, ഇല്ലയോ? Then Google says it could be ovarian cancer. Oh God, I can't bear this. എനിക്ക് മരിക്കണ്ട ഡോക്ടർ, എന്നെ രക്ഷിക്കൂ പ്ലീസ്. ഇനി ഓൾ ഓഫ് ദ എബവ് എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ടോ? കഷ്ടം. ഇയാളൊക്കെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുന്നേ? കഴിഞ്ഞ ആഴ്ച ഒഫ്താലോപ്പിയിലും ഉണ്ടായിരുന്നു ഇതുപോലൊരെണ്ണം. കുട്ടിക്ക് കണ്ണിന് സ്ട്രെയിനാണ്. കിടക്കുമ്പോൾ iPad വെച്ച് കെട്ടണമെന്ന് പറഞ്ഞപ്പോൾ പറ്റൂല, ഞാൻ ആൻഡ്രോയിഡ് ഫാനാണെന്ന് പറഞ്ഞ് ആ കൊച്ചു പിടങ്ങിപ്പോയി. ബെസ്റ്റ്. കുട്ടി, ഈ കരച്ചിലൊന്ന് നിർത്തൂ. നോക്കൂ, ഇയാളുടെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? മമ്മി വന്നിട്ടുണ്ട്. എങ്കിൽ മമ്മിയെ വിളിക്ക്. അവർക്കാവുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ നന്നായി മനസ്സിലാവും. കുട്ടി, പീരിയഡ്സ് മിസ്സായിട്ട് എത്ര കാലമായി? 2 മാസം? 2 ആഴ്ച? 2 ദിവസമോ? അത്രേ ഉള്ളൂ? ഇതിനാണോ എൻ്റെ ടെക്നിക് കുഞ്ഞേ ഗൂഗിളും പൊക്കിക്കൊണ്ട് വന്നേ?
ഞാനിതാ ഡോക്ടറുടെ റൂമിലേക്ക് കയറി. ഞാൻ പറഞ്ഞില്ലേ മോളുടെ പീരിയഡ്സ് മിസ്സായി. ദേ ഡോക്ടറുടെ റൂം കണ്ടോ? ഇനി എന്തൊക്കെ കാണിക്കാനുണ്ട്. അപ്പോ ഗൈസ് എല്ലാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടിപൊളി. മകൾക്ക് പ്രാണവേദന, അമ്മയ്ക്ക് വീണവായന. ഇതിപ്പോൾ പഴഞ്ചൊല്ല് തിരിച്ചായല്ലോ എൻ്റെ കർത്താവേ. നിങ്ങളതൊന്ന് ഓഫ് ചെയ്യൂ, അല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കും. ഇതൊരു ഹോസ്പിറ്റലാണ്. ഗൈസ് സീൻ അല്പം കോൺട്രയാണ്. ഞാൻ തിരിച്ചെത്താം, നിങ്ങൾ പോകരുത് കേട്ടോ. ഓക്കെ? നിങ്ങളുടെ മോൾക്ക് എന്താണ് അസുഖമെന്ന് അറിയാമോ? അതാണ് ഇന്നത്തെ കണ്ടന്റ്. ഞാനും എൻ്റെ സബ്സ്ക്രൈബേഴ്സും അതറിയാൻ കാത്തിരിക്കുകയാണ്. പറയൂ ഡോക്ടർ, പറയൂ. പറയാനൊന്നുമില്ല. മൈനർ മെൻസ്ട്രൽ ഇറഗുലാരിറ്റി കോംപ്ലിക്കേറ്റഡ് ബൈ സിവിയർ ഗൂഗിളിംഗ്. സ്വന്തം സിംറ്റംസ് ഗൂഗിളിൽ തപ്പി അതിൽ നിന്ന് കിട്ടുന്ന മിസ് ഇൻഫർമേഷൻസ് വായിച്ച് പാനിക് അറ്റാക്ക് ആയതാണ്. സൈബർ കോൺട്രിയ കേട്ടിട്ടുണ്ടോ? മോൾക്ക് മണ്ടൻ ചിന്തകൾ, അമ്മയ്ക്ക് കണ്ടൻ ചിന്തകൾ. ഇതാണ് മോന്തായം വളഞ്ഞാൽ കഴുക്കോലും വളയുമെന്ന് പറയുന്നത്. സോ ഡോക്ടർ, യു മീൻ ടു സേ ഗൂഗിൾ കുഡ് ബി റോങ്? ആബ്സല്യൂട്ട്ലി. കുട്ടി, ഈ മെഡിക്കൽ ഒപ്പീനിയൻ എന്നത് ഒരു ആർട്ടാണ്. അതിൽ സയൻസും ഗൈഡ് ലൈൻസും എക്സ്പീരിയൻസും ഗട്ട് ഫീലിങ്ങും എല്ലാം വരും. അതൊന്നും ഒരു ഗൂഗിൾ സെർച്ചിലും ഒതുക്കാൻ പറ്റില്ല, ഒരു അൽഗോരിതത്തിലും കിട്ടുകയും ഇല്ല. Oh, so Google was indeed wrong. Thank you so much, doctor. I'm feeling much better now. Thank you so much. അയ്യോ, അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ എന്തോ പറയും? ഒറ്റ കാര്യം പറഞ്ഞാൽ മതി: ഷട്ട് യുവർ ഗൂഗിൾ ആൻഡ് ട്രസ്റ്റ് യുവർ ഡോക്ടർ. അതാവട്ടെ ഇന്നത്തെ കണ്ടന്റ്.